അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 8ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂട്ടുകാർക്ക് കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ആദ്യം പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരും. അതും കഴിഞ്ഞാണ് നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ പാഠഭാഗം നന്നായി മനസ്സിലാക്കുകയുള്ളൂ. പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിരുന്നാൽ പാഠത്തിൽ നിന്ന് എവിടെ നിന്ന് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. അപ്പോൾ പാഠത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ, അതായത് ചോദ്യഭാഗത്ത് നിന്നല്ലാതെ വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ. അദ്ദർസു സാമിനു പാഠം 8 വദ്ദാക്കിരീന അല്ലാഹ കസീറം വദ്ദാക്കിറാത്ത്. സുഇല ഷെയ്ഖുൽ ഇമാമു അബു അംറു ബിൻ സലാഹ് അനിൽ ഖദരില്ലദി യസീറു ബിഹി മിന ദാക്കിരീന അല്ലാഹ കസീറം വദ്ദാക്കിറാത്ത് ഫഖാല ഇദാ വാളബ അലൽ അദ്കാരിൽ മഅ്സൂറത്തിൽ മുസ്ബത്തത്തി സബാഹൻ വമസാഅൻ വഫിൽ ഔഖാത്തി വൽ അഹ്വാലിൽ മുഖ്തലിഫത്തി ലൈലൻ വനഹാറൻ കാന മിന ദാക്കിരീന അല്ലാഹ കസീറം വദ്ദാക്കിറാത്ത്. ഫവാദിബ് അയ്യുഹ ത്വാലിബു ബഅദ സ്വലാത്തി അലൽ ഇസ്തിഗ്ഫാരി വത്തസ്ബീഹി വത്തഹ്മീദി വത്തക്ബീരില്ലദി അറഫ്തഹ വഅക്സിർ മിനത് തഹ്ലീലി വദാലിക ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ അഫ്ളലു ദിക്ർ വൽ ഖുർആനുൽ കരീമു അഅ്ളമുൽ അദ്കാർ വഖദ് സമ്മാഹു അല്ലാഹു തആല ദിക്റൻ ഫീ കിതാബിഹി ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ ഫഅലൈക ബിതിലാവതിഹി അനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദ്കാരിൽ ജലീലത്തി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശറൻ വമിൻഹാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഇസ്തിഗ്ഫാരി അൻ തഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഖാല വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന വമൻ ഖാലഹാ മിനൽ ലൈലി ഫഹുവ മൂഖിനും ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന വഖുൽ ഫീ സബാഹി വൽ മസാഇ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 100 മറത്തിൻ വഅഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ വബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 മറത്തിൻ ഫീ കുല്ലി സബാഹിൻ വമസാ സിർ മിനൽ ഹൗഖലത്തി ഫീ കുല്ലി വഖ്തിൻ വഹിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം വദുആഉൽ കർബ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം വദുആഉ യൂനുസ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വഖുൽ ഇൻദൽ അക്ലി വശ്ശുർബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബഅദൽ ഫറാഗി മിൻഹുമാ അൽഹംദുലില്ലാഹില്ലദി അത്അംനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ വഇൻദ ലബ്സി സൗബ് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്ത് വഇൻദ നൗമി ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഅൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ
വഇൻദൽ ഇസ്തിഖാളി മിൻഹു അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അപ്പോൾ പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ വായിച്ചതിൽ നിന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? ദിക്റുകളെ കുറിച്ചുള്ള പാഠമാണല്ലേ. കഴിഞ്ഞ പാഠത്തിലും നമ്മൾ അത് തന്നെയാണ്, ദിക്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തൊക്കെ ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ പാഠഭാഗത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അദ്ദറസു സാമിനു പാഠം 8 വദ്ദാക്കിരീൻ അല്ലാഹ കസീറം വദ്ദാക്കിറാത്ത്. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. സുഇല ഷെയ്ഖുൽ ഇമാം അബു അംർ ഇബ്നു സലാഹ് അനിൽ ഖദരില്ലദി യസീറു ബിഹി മിനൽ ദാക്കിരീൻ അല്ലാഹ കസീറം വദ്ദാക്കിറാത്ത്. അഷേഖു അൽ ഇമാമു അബു അംർ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു. എന്തിനെക്കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്? അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും പെട്ടയാളായി തീരുന്നതിൻ്റെ അളവിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ വാളബ അലൽ അദ്കാരിൽ മഅ്സൂറത്തിൽ മുസ്ബത്തത്തി സ്വബാഹൻ വ മസാഅൻ വഫിൽ ഔഖാത്തി വൽ അഹ്വാലിൽ മുഖ്തലിഫത്തി ലൈലൻ വ നഹാറൻ കാന മിന ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും വ്യത്യസ്തമായ അവസ്ഥകളിലും സമയങ്ങളിലും രാവിലും പകലിലുമെല്ലാം ചൊല്ലേണ്ടുന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദിക്റുകളെ ഏതൊരാൾ പതിവാക്കുന്നുവോ അയാൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൾപ്പെട്ടയാളായി. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചൊല്ലേണ്ടതായ ദിക്റുകളുണ്ട് അല്ലേ. ആ ദിക്റുകളെല്ലാം കൃത്യമായി ആര് പതിവാക്കുന്നുവോ അവർ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും ഉൾപ്പെട്ടയാളായി. ഫവാലിബ് അയ്യുഹത്വാലിബു ബഅദ സ്വലാത്തി അലൽ ഇസ്തിഗ്ഫാരി വത്തസ്ബീഹി വതഹ്മീദി വതക്ബീരില്ലതി അറഫ്തഹ. അല്ലയോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിസ്കാരങ്ങൾക്ക് ശേഷം നിനക്ക് അറിയാവുന്ന ഇസ്തിഗ്ഫാറുകളും തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളും ഒക്കെ നിങ്ങൾ പതിവാക്കണം. അക്സർ മിന തഹ്ലീലി വദാലിക ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഹ്ലീലിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അധികരിപ്പിക്കണം. വഹുവ അഫ്ളലു ദിക്ർ, അത് ഏറ്റവും പ്രധാനമായ ദിക്റാണല്ലേ. ഏറ്റവും മഹത്തായ ദിക്റാണ്, ശ്രേഷ്ഠമായ ദിക്റാണ്. വൽ ഖുർആനുൽ കരീമു അഅ്ളമുൽ അദ്കാർ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും ദിക്റുകളിൽ ഏറ്റവും മഹത്തായതാണ്. വഖദ് സമ്മാഹുല്ലാഹു തആല ദിക്റൻ ഫീ കിതാബിഹി ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ ഫഅലൈക ബിതിലാവതിഹി അനാ അൽ-ലൈലി വ അത്റാഫൻ നഹാർ. അല്ലാഹു തആല അവൻ്റെ കിതാബിൽ ദിക്ർ എന്ന് അതിന് പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം തന്നെയാണ് ഈ ഉദ്ബോധനം, അതായത് ദിക്ർ എന്ന നാമം, ദിക്ർ എന്ന പേര് ഇറക്കിയത്. തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതാണ്. പകലിലും രാത്രിയിലും നിർബന്ധമായും നീ ഖുർആൻ പാരായണം ചെയ്യണം. വസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദ്കാരിൽ ജലീലത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തും ദിക്റുകളിൽ പെട്ടതാകുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അഷ്റൻ. അതായത് നബി സല്ലല്ലാഹു, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണമായി അവൻ്റെ മേൽ അല്ലാഹു 10 കാരുണ്യം ചൊരിയുന്നതാണ്. മിൻഹ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറും ഇതിൽപ്പെട്ടതാകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാരി അൻ തഖൂല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ വരികളാണ് ഇനി പറയുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി
അന അബ്ദുക വ അന അല അഹദിക വ വഅദിക മസ്തതഅതു വ അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ദൻബി ഫഗ്ഫിർലി ഫഇന്ന ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ എനിക്ക് മറ്റൊരു ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിൻ്റെ ദാസനാണ്. കഴിയും വിധം ഞാൻ നിൻ്റെ കൽപ്പനയുടെയും വാഗ്ദാനത്തിൻ്റെയും മേൽ ജീവിക്കുന്നു. ഞാൻ പ്രവർത്തിച്ചു പോയ പാപങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എൻ്റെ മേൽ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ പാപങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുവാൻ മറ്റാരുമില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറച്ചു വിശ്വസിച്ചവനായ നിലയിൽ ആരെങ്കിലും ഇതിനെ പറയുകയും ആ ദിവസം പ്രദോഷമാകുന്നതിനു മുൻപ്, അതായത് വൈകുന്നേരമാകുന്നതിന് മുമ്പ്, രാത്രിയാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയായി തീരുന്നതാണ്. ഫമൻ ഖാലഹ മിനൽ ലൈലി വഹുവ മൂഖിനും ബിഹ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഇനി ഉറച്ചു വിശ്വസിച്ച നിലയിൽ ആരെങ്കിലും ഇതിനെ രാത്രി പറയുകയും പ്രഭാതത്തിനു മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയായി തീരുന്നതാണ്. വഖുൽ ഫി സ്വബാഹി വൽ മസാഇ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം മിഅത്ത മറത്തിൻ. അതായത് എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് 100 തവണ ചൊല്ലുക. വ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം സലാസ മർറാത്തിൻ ഫീ കുല്ലി സ്വബാഹിൻ വ മസാ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ ഇപ്പോൾ പറഞ്ഞ ഈ ദിക്റും ചൊല്ലുക. അതുപോലെ തന്നെ വ അക്സർ മിൻ ഹൗഖലത്തി ഫീ കുല്ലി വഖത്തിൻ വഹിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി ഹൗഖലത്തിൻ്റെ വചനമായ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. അടുത്തത് വ ദുആഉൽ കർബ്. ദുആഉൽ കർബിനെ കുറിച്ചാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. വ ദുആഉ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ദുആഇനെ കുറിച്ചാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്തത് വഖുൽ ഇൻദൽ അക്ലി വശുർബി. ഫുഡ് കഴിക്കുന്നതിന്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പറയേണ്ടതാണ്. വെള്ളം കുടിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പറയേണ്ടത് എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. വ ബഅദൽ ഫറാഗി മിൻഹുമ. ഇത് രണ്ടും ചെയ്തതിന് ശേഷം, ഫുഡ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. വ ഇൻദ ലബ്സി സൗബ്. വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്ത്. വ ഇൻദൻ നൗം. ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങുമ്പോൾ എന്താ പറയേണ്ടത്? ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംത നഫ്സി ഫർഹംഹ ഫഅൻ അർസൽതഹ ഫഅഫൽഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ. ഇനി വ ഇൻദൽ ഇസ്തിഖാലു മിൻഹു. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചൊല്ലാനുള്ള ദിക്റുകളാണ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ പതിവാക്കുന്നവർ എന്താണ് അർത്ഥമാക്കുന്നത്? അവർ സർവ്വസമയവും അല്ലാഹു തആലയെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കും അവരുടെ ഒപ്പം ചേരണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ദിക്റുകൾ ചൊല്ലണം, അത് പതിവാക്കണം, മറന്നു പോവാതെ കൃത്യമായി ഓർത്തത് ചെയ്യണം. മനസ്സിലായോ? ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അജിബ്. മാദാ യുഖാലു ഫി സ്വബാഹി വൽ മസാഇ മിഅത്ത മറത്തിൻ.
പ്രഭാതത്തിലും പ്രദോഷത്തിലും 100 തവണ പറയണം എന്ന് പറഞ്ഞത് ഏത് ദിക്റായിരുന്നു? വഖുൽ ഫി സ്വബാഹി വൽ മസാഇ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 100 മറത്ത്. 100 തവണ പറയേണ്ടത് ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന ദിക്റാണ് അല്ലേ? മാഹിയ അൽ ആയത്തുല്ലത്തി സമ്മല്ലാഹു തആല ഫിഹ അൽ ഖുർആനി ദിക്റൻ. അല്ലാഹു തആല ഖുർആനിലൂടെ ദിക്ർ എന്ന് പറഞ്ഞ ആയത്ത് ഏതാണ്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ആയത്താണ്. ദിക്ർ എന്ന പദം അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ആയത്തിലൂടെയാണ്. അടുത്തത് മാ ഫായിദത്തു സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടം എന്താണ്? പ്രയോജനം എന്താണ്? മൻ ഖാലഹ മിനൻ നഹാരി മൂഖിനം ബിഹ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഏതൊരുവൻ ഉറച്ചു വിശ്വസിച്ച നിലയിൽ പ്രഭാതത്തിൽ ഇതിനെ ചൊല്ലുകയും പ്രദോഷത്തിൽ അവൻ മരണമടയുകയും ചെയ്താൽ അവൻ ഉറപ്പായും സ്വർഗത്തിലാണ്. വമൻ ഖാലഹ മിനൽ ലൈലി വഹുവ മൂഖിനും ബിഹ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഏതൊരുവൻ ഉറച്ചു വിശ്വസിച്ച നിലയിൽ രാത്രിയിൽ ഇതിനെ ചൊല്ലുന്നുവോ പ്രഭാതത്തിനു മുമ്പ് അവൻ മരണപ്പെടുകയുമാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായി തീരുന്നതാണ്. അപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരൊരാൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുന്നുവോ അവൻ രാവിലെയാണ് പറയുന്നതെങ്കിൽ രാത്രിയാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? സ്വർഗാവകാശിയാകും. ഇനി രാത്രിയാണ് പറയുന്നതെങ്കിലോ രാവിലെ ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ സ്വർഗാവകാശിയാകും. സൽ കുല്ലബി മുനാസിബ തമ്മിൽ യോജിപ്പിക്കാനാണ്. ബഅദൽ ഫറാഇ മിനൽ അക്ലി വശുർബ്. ആഹാരശേഷം, ആഹാരം കഴിച്ചതിന് ശേഷവും വെള്ളം കുടിച്ചതിന് ശേഷവും എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദി അത്അംനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അടുത്തത് ഇൻദൽ ഇസ്തിഖാലി മിനന്നൗം. ഇൻദൽ ഇസ്തിഖാലി മിനന്നൗം. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എന്തോ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. അടുത്തത് ദുആ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ദുആ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്തത് അഫ്ളലു ദിക്ർ. അഫ്ളലു ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ ഹൗഖല. ഹൗഖലയുടെ ദിക്ർ ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അപ്പോൾ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. കൃത്യമായി മനസ്സിലാക്കി ഈ ദിക്റുകളെല്ലാം മനഃപ്പാഠമാക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായി പാലിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.